Good morning. Okay. നമ്മളിപ്പോ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. എല്ലാം ഹോളിഡേ ആയിരുന്നു അല്ലെ. എന്ത് ചെയ്തു ഇന്നലെ? വോട്ട് ചെയ്തു എല്ലാവരും? ഇല്ല. ചില ആൾക്കാരൊക്കെ ചെയ്തു അല്ലെ. നാളെയാണ് നിങ്ങൾക്ക്. ഓക്കെ. ചിലർക്കൊക്കെ നാളെയാണ്. ഓക്കെ. ഹോളിഡേ ഒക്കെ കിട്ടുമ്പോ വായിച്ചു നോക്കുന്നുണ്ടോ ചാപ്റ്റേഴ്സ്? ഇല്ല. ആര് വായിക്കാനുണ്ട്? ഓക്കെ. നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് എടുത്തോണ്ടിരിക്കുന്നത്. എവിടെ എടുത്തു? അക്രഡിറ്റേഷൻ ഒക്കെ പറഞ്ഞോ? പറഞ്ഞു. ഇനി ആ ബെനിഫിറ്റ് തുടങ്ങിയാണോ എടുക്കേണ്ടത്? ഇത് മുതൽ ഈ 3 പോയിന്റ്സ് പറഞ്ഞു അല്ലെ. ബാക്കി ആ ബെനിഫിറ്റ് തുടങ്ങിയാണ് നമ്മൾ ഇനി എടുക്കേണ്ടത്. ഓക്കെ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രഡിറ്റേഷൻ ഏജൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഔദ്യോഗികമായിട്ടല്ലേ ഒരു സ്ഥാപനത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കുന്നതിനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നോൺ ഗവൺമെന്റൽ സ്ഥാപനമാണ് അക്രഡിറ്റേഷൻ ഏജൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ അംഗീകാരം നമുക്ക് ഒരു സ്ഥാപനത്തിന് വെറുതെ കൊടുക്കാനായിട്ട് പറ്റില്ല. അതിനെന്താണ് ചില സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടല്ലേ. അത് കൃത്യമായിട്ട് അവർ പാലിച്ചിട്ടുണ്ടോ നോക്കിയിട്ടാണ് അംഗീകാരം കൊടുക്കുന്നത്. ഓക്കെ. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് സ്വമേധയാ ഉള്ള ഒരു പ്രേരണയാണ് അല്ലെ. ആരുടെയും റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ആരുടെയും പ്രേരണയോ കൂടാതെ നടക്കുന്നതാണ്. ഒരു വോളണ്ടറി ആണല്ലേ. യൂഷ്വലി വോളണ്ടറി ആണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതിന്റെ ബെനിഫിറ്റ് നോക്കാം. ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. ഇമേജ് പബ്ലിക് ട്രസ്റ്റ്. ഫസ്റ്റ് ബെനിഫിറ്റ് ആണ് ഇത് പബ്ലിക് ട്രസ്റ്റ് അല്ലെ. പബ്ലിക്കിന്റെ വിശ്വാസം ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു സ്ഥാപനം ഇപ്പൊ നാക് അതൊക്കെ എന്താണ് ഒരു അംഗീകാരം കിട്ടിയ കോളേജ് അല്ലെ. അപ്പൊ അവിടെ പഠിക്കാനായിട്ട് അവിടെ നല്ല നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത് അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് പബ്ലിക്കിന്റെ ട്രസ്റ്റ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് അവിടേക്ക് പോകാനായിട്ടും അവിടെ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഡോക്ടേഴ്സ് ഉണ്ടാവും ഇല്ലേ. നല്ല കെയറിംഗ് ആയിരിക്കും രോഗികൾക്ക് കൊടുക്കുന്നത് അല്ലെ. അങ്ങനെ പബ്ലിക്കിന്റെ ഒരു ട്രസ്റ്റ് നമുക്ക് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് അക്രഡിറ്റേഷനിലൂടെ സാധ്യമാണ്. പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് ഓഫ് എൻവയോൺമെന്റ്. അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെ നല്ല രീതിയിൽ സുരക്ഷിതയോട് കൂടിയിട്ടും ഫലപ്രദമായിട്ടും ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയൊക്കെ നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ്. ഇവിടെ പറയുന്നത് നെഗോഷിയേഷൻ അല്ലെങ്കിൽ നെഗോഷിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മള് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചു തുടങ്ങിയോ? തുടങ്ങിയിട്ടില്ലല്ലേ മെറ്റീരിയൽസ് മാനേജ്മെന്റ്? ഓക്കെ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ പഠിക്കുമ്പോൾ അതിനകത്തുണ്ട് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാല്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ് വരാം? കരാർ കേട്ടോ. നെഗോഷിയേഷൻ ചർച്ച അല്ലെങ്കിൽ കരാർ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ അവിടെ എന്താണ് ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ മറ്റു പല സ്ഥാപനങ്ങളുമായിട്ട് നല്ല രീതിയിൽ ചർച്ചകൾ നടത്തി അവരൊരു കരാറിൽ ഏർപ്പെടാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. നല്ല രീതിയിൽ ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ മറ്റു സ്ഥാപനങ്ങളും കൂടി ചേർന്നുകൊണ്ട് അവർക്ക് പ്രൊജക്ട് മേക്ക് ചെയ്യാനായിട്ട് പ്രൊജക്ട് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ചർച്ച വരാനായിട്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ് അക്രഡിറ്റേഷൻ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, നല്ല കാര്യങ്ങളുണ്ട്, നല്ല ടെക്നോളജീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലുള്ളതെങ്കിൽ മറ്റു സ്ഥാപനങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് അവർക്കൊരു കരാറിൽ ഏർപ്പെടാനായിട്ടും അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട് അക്രഡിറ്റേഷൻ വഴി.
പിന്നെന്താ, listen to patient and their families, respect their rights and involve them in the care process as partners. ഇവിടെ പറയുന്നത് എന്താ, പേഷ്യൻസ് ആയാലും അതുപോലെ തന്നെ അവരുടെ ഫാമിലീസിനെയും നമ്മള് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാം അല്ലെ. അവർക്ക് വേണ്ട അവരുടെ നീഡ്സ് അനുസരിച്ച് അവരുടെ വാൺസ് അനുസരിച്ച് അവരെ കെയർ ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ അല്ലെ, പേഷ്യൻസിന്റെയും ഫാമിലീസിന്റെയും അവകാശങ്ങള് നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യാം. അവരുടെ റൈറ്റ്സിനെ കുറിച്ചൊക്കെ ആ സ്റ്റാൻഡേർഡ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് ഉള്ളതുപോലെ തന്നെ അവരെ കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവരെ മാനിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് നല്ല രീതിയിൽ കെയർ കൊടുക്കാനായിട്ടും നമ്മൾ ബാധ്യസ്ഥരാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് എന്താണ്, ഹോസ്പിറ്റലുകാരാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റാൻഡേർഡ്സിൽ പറഞ്ഞിരിക്കുന്നത് പോലത്തെയുള്ള കാര്യങ്ങൾ പേഷ്യൻസിനെ ആയാലും അവരുടെ ഫാമിലിനെ ആയാലും അവരുടെ അവകാശങ്ങൾ നമ്മൾ മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം ഹോസ്പിറ്റലിന്റേതാണ്. ഓക്കെ, അങ്ങനെ പാലിച്ചില്ലെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ്സ് അല്ലെ, നല്ല രീതിയിൽ സ്കോർ കിട്ടില്ല, നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു ഹോസ്പിറ്റലായിട്ട് മാറും അല്ലെ, അക്രഡിറ്റേഷൻ ആവാനായിട്ട് ഇടവരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പേഷ്യന്റിനെയും അവരുടെ ഫാമിലീസിനെയും അവരുടെ അവകാശങ്ങൾ നമ്മൾ മാനിച്ച് ആ രീതിയിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എന്താണ്, ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേൺ. എന്താ പറയുന്നത്, നമ്മള് ഇപ്പോ പബ്ലിക് റിലേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഓപ്പൺ ഡേ ഹൗസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എത്ര തുടങ്ങിയോ പബ്ലിക് റിലേഷൻ ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ടോ? ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അതിനകത്തുണ്ട് ഓപ്പൺ ഡേ ഹൗസ്. ഓക്കെ, പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? എന്താണ് ഓപ്പൺ ഡേ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മീറ്റിംഗ്, അതുപോലെ തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓപ്പൺ ടു ലേണിംഗ് ആണ് അല്ലെ. എന്താണ്, അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ എല്ലാ കാര്യങ്ങളും, ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിട്ട് കണ്ടിട്ട് അവിടെ പോയി നമുക്ക് പഠിക്കാനായിട്ടും നേരിട്ട് കാണാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും, ഓരോ ടെക്നോളജീസും, ഓരോ സർവീസും നമുക്ക് നേരിട്ട് പോയിട്ട് ഓപ്പൺ ടു ലേണിംഗ്, നേരിട്ട് പോയിട്ട് കണ്ട് പഠിക്കാനായിട്ടുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ട്. പിന്നെ എന്താ, എസ്റ്റാബ്ലിഷ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. അവിടെ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ വീണ്ടും വീണ്ടും കിട്ടാനായിട്ടുള്ള ഒരു എന്താണ്, കിട്ടാനായിട്ടുള്ള നമുക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, ഒരിക്കൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ള അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ആണെങ്കിൽ വീണ്ടും കിട്ടണമെന്നില്ല. കാരണം എന്താണ്, അവര് ഇടയ്ക്കിടയ്ക്ക് ഈ സ്റ്റാൻഡേർഡ്സിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. ആ സ്റ്റാൻഡേർഡ്സുകൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ്സിൽ മാറ്റം വരുത്തിയത് കൊണ്ട് മാറ്റം വരുത്തും. ഓക്കെ, ഓരോ ഇയേഴ്സും നമ്മൾ പഠിക്കും കേട്ടോ, 3 years 4 years ഒക്കെ കൂടുമ്പോൾ അവര് സ്റ്റാൻഡേർഡ്സിൽ മാറ്റം വരുത്തുന്നുണ്ട്. ആ മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് പിന്നീടും നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. ഒരിക്കൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെയും കിട്ടണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ, അക്രഡിറ്റേഷൻ ലഭിക്കുക വേണം എന്നുണ്ടെങ്കിൽ എന്താണ്, എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും പറ്റുള്ളൂ. അതുപോലെ തന്നെ അവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് സ്റ്റാൻഡേർഡ്സുകൾ പാലിച്ചാൽ മാത്രമാണ് നമുക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബെനിഫിറ്റ്സ് വരുന്നത്. വായിച്ചിരിക്കുക ബെനിഫിറ്റ്സ്. വായിച്ചോക്കാം കേട്ടോ.
Next നോക്കാം കേട്ടോ. Introduction to JCI. Okay. Joint Commission International ആണ് JCIയുടെ ഫുൾ ഫോം. ഓക്കെ, നിങ്ങൾ നാബ് ഒക്കെ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നാബ് ഇതൊക്കെ നമ്മൾ ഇനി പഠിക്കും. ഇപ്പൊ നമ്മുടെ പോർഷനിൽ ചെറിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നാബിന്റെ ചാപ്റ്റർ ഒക്കെ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ഇതില് ചെറിയൊരു പോർഷനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഓക്കെ, അതാണ് JCIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ലേറ്റ് 1990s to observe a hospital outside the United States. ഇവിടെ പറയുന്നത് ഈ JCI എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1990s-ലാണ്. അണ്ടർലൈൻ ചെയ്യാം. ടു ഒബ്സർവ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ടു ഒബ്സർവ് ഹോസ്പിറ്റൽസ് ഔട്ട്സൈഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്. എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറത്തുള്ള, അല്ലെ, ഔട്ട്സൈഡ്, പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് JCI എന്ന് പറയുന്നത്. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിയമിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് JCI എന്ന് പറയുന്നത്. JCI എന്ന് പറഞ്ഞാല് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. 1990s-ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താ? JCI which is also not for profit, presently operates facilities in Asia, Europe, Middle East and South America. എന്താണ് JCI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നോൺ പ്രോഫിറ്റ്, ലാഭേച്ഛ ഇല്ലാത്ത ഒരു സ്ഥാപനമാണ്. നോട്ട് പ്രോഫിറ്റ് ഫോർ ഓർഗനൈസേഷൻ ആണ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്, ലാഭേച്ഛ ഇല്ലാത്ത ഒരു സ്ഥാപനമാണ്. ഇതെന്താണ്? പ്രസന്റ്ലി അക്രഡിറ്റഡ് ഫെസിലിറ്റീസ്, നിലവില് അക്രഡിറ്റേഷൻ സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾക്കാണ്? ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് അമേരിക്ക. ഓക്കെ, നിലവിൽ പ്രസന്റ്ലി നമ്മള് അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത്, JCI അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത് ആർക്കൊക്കെയാണ് നോക്കിയേ? ഏഷ്യക്ക്, യൂറോപ്പിന്, മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് അമേരിക്കക്ക്. ഓക്കെ, account of JCI accredited hospitals worldwide as listed on the JCI website still 2015 shows 820 hospitals in 47 and above countries. Okay, അപ്പൊ ഇവിടെ പറയുന്നത് ഈ 2015-ലെ ലിസ്റ്റ് പ്രകാരം, 2015-ലെ ലിസ്റ്റ് പ്രകാരം വേൾഡ് വൈഡ് ആയിട്ട് JCI അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുള്ള ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാല് എന്താണ്? 47 ആൻഡ് എബവ് കൺട്രീസില് എത്ര ഹോസ്പിറ്റലുകൾക്കാണ്? എന്താണ്? 820 ഹോസ്പിറ്റലുകൾക്കാണ് JCI അംഗീകാരം കൊടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ അതിന്റെ അടിയിൽ കൊടുത്തിട്ടുള്ള പോയിന്റ് ആണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത്.
21 hospitals in India. ഇന്ത്യയില് GCA അംഗീകാരം എത്ര ഹോസ്പിറ്റലുകൾക്കാണ്? 21-നാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. 2015 ലിസ്റ്റ് പ്രകാരം JCI വേൾഡ് വൈഡ് ആയിട്ട് JCI അംഗീകാരം ലഭിച്ചിട്ടുള്ളത് എന്താണ്? 47 ആൻഡ് എബോവ് കൺട്രീസില് 820 ഹോസ്പിറ്റലുകൾക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയില് 21 ഹോസ്പിറ്റലുകൾക്കാണ് JCI അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഇനി എന്താ? JCI സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിന്റെ എക്സ്പെർട്ട് ഫോം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. It is a US-based not-for-profit accreditation body which sits and adjusts standards for the healthcare providers level of performance in key functional areas like patient rights, patient treatment and infection control. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു US based ആയിട്ടുള്ള എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണ് എന്ത്? JCI എന്ന് പറയുന്നത് അല്ലെ. ഇനി അവിടെ എന്താണ് സ്റ്റാൻഡേർഡ്സുകൾ? ഓരോ സ്റ്റാൻഡേർഡ്സുകളും ഓരോ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ആ സ്റ്റാൻഡേർഡ്സുകൾ അനുസരിച്ചിട്ട് അവര് പ്രവർത്തിക്കുന്നുണ്ടോ, അവരുടെ ലെവല് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ, ആ ലെവൽ ഉയർത്താനായിട്ട് ആ സ്റ്റാൻഡേർഡ്സുകൾ അവര് പാലിച്ചുകൊണ്ട് അവരുടെ പെർഫോമൻസ് ലെവൽ അവർക്ക് ഉയർത്താൻ പറ്റുന്നുണ്ടോ എന്നാണ് JCI നോക്കുന്നത്. ഓക്കെ, ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് അവരെ പാലിക്കുന്നുണ്ടോ, ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കൊണ്ട് അവര് എന്താണ് ഇന്റർനാഷണൽ ലെവലിൽ അല്ലെ, ഇന്റർനാഷണൽ ലെവലിൽ അവരുടെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് കൊണ്ട് അത് കൃത്യമായിട്ട് അവരുടെ പെർഫോമൻസ് ഉയർത്താനായിട്ട് പറ്റുന്നുണ്ടോ എന്നാണ് JCI നോക്കുന്നത്. ഇതില് 3 കാര്യങ്ങൾ, ആ സെന്റൻസിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഏതൊക്കെയാണ്? പേഷ്യന്റ് റൈറ്റ്സ് അല്ലെ, പേഷ്യന്റിന്റെ അവകാശങ്ങൾ, പേഷ്യൻസ് ട്രീറ്റ്മെന്റ്, പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, ഇൻഫെക്ഷൻ കൺട്രോളുകൾ. ഇത് കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോ ഹോസ്പിറ്റലുകളും പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് JCI നോക്കുന്നത്. മനസ്സിലായോ? ഇനി JCI's goal is to improve the quality of health care in the international community by giving worldwide accreditation services. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? അന്താരാഷ്ട്ര സമൂഹത്തില് നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ടാണ് രാജ്യമെമ്പാടും അക്രഡിറ്റേഷൻ സേവനങ്ങള് JCI നൽകുന്നത്. മനസ്സിലായോ? അന്താരാഷ്ട്ര സമൂഹത്തിന് നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ലോകമെമ്പാടും അക്രഡിറ്റേഷൻ സേവനങ്ങള് നൽകുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? JCI standards would take us to improve the patient care, safety and path of continuous quality improvement. അതുപോലെ തന്നെ ഈ JCI സ്റ്റാൻഡേർഡ്സുകൾ പാലിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? പേഷ്യന്റ് കെയർ, സേഫ്റ്റി ആൻഡ് പാത്ത് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ. പേഷ്യന്റ് കെയർ നല്ല രീതിയിൽ ഇംപ്രൂവ് ആക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സേഫ്റ്റിയും അതുപോലെ തന്നെ എന്താണ് അവരുടെ ആ കണ്ടിന്യൂറ്റി, ആ കെയർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ടും സഹായിക്കുന്നുണ്ട്. This would strengthen the patient, third party and insurer confidence and would provide as a competitive edge. അതുപോലെ തന്നെ ഇങ്ങനെ എന്താണ് ഈ പേഷ്യന്റ് അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഏജൻസികളെയൊക്കെയാണ് തേർഡ് പാർട്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ടാവും, അങ്ങനെയുള്ള മറ്റു പല ഏജൻസികളെയും നമ്മൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നുണ്ട്. അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ വരുന്ന പേഷ്യൻസിന് അതുപോലെ തന്നെ മറ്റു ഏജൻസികൾക്ക്, ഇൻഷുറൻസ് കമ്പനീസിനൊക്കെ ഒരു ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. ആണോ? അല്ലെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ഇങ്ങനെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റും അല്ലെ. അതുപോലെ തന്നെ പേഷ്യൻസിനായാലും അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അവർക്ക് അപ്പോൾ അറിയാൻ പറ്റും എന്താണ് നല്ല രീതിയിൽ കെയർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള
സർവീസ് ആണ് അവിടെ നൽകുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആയാലും ഇൻഷുറൻസ് കമ്പനീസ് ആയാലും അവർക്കും എന്താണ് അവിടെ കൂടിച്ചേർന്നുകൊണ്ട് അവരുമായിട്ട് ആ ഹോസ്പിറ്റലുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിലൂടെ. പിന്നെ എന്താണ് JCI accreditation is the gold standard for quality since it reflects the provision of the highest level of patient care and patient safety. എന്താണ് ഒരു സുവർണ നേട്ടമാണ് കിട്ടുന്നത് അല്ലെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് അല്ലെ ഒരു സുവർണ നേട്ടമാണ് ഓരോ ഹോസ്പിറ്റലിലും ലഭിക്കുന്നത് ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ ലഭിക്കുക എന്ന് വെച്ചാൽ അല്ലെ. അതുപോലെ തന്നെ ഒരു സുവർണ നേട്ടം കിട്ടുന്നതിലൂടെ എല്ലാ ഹോസ്പിറ്റലിലും പേഷ്യൻസ് കെയറും പേഷ്യന്റ് സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾക്കാണ് അല്ലെ സ്റ്റാൻഡേർഡ്സുകൾ പാലിച്ചുകൊണ്ട് മുന്നേറുന്ന ഹോസ്പിറ്റലുകൾക്കാണ് ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പൊ അതുവഴി അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് എന്താണ് നല്ല രീതിയിൽ പേഷ്യന്റ് സേഫ്റ്റി നൽകുന്നുണ്ട്, പേഷ്യന്റ് കെയറും അവിടെ ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, JCI. Okay, ഇനി നെക്സ്റ്റ് നോക്കാം JCI accreditation. JCI accredits 8 type of healthcare programs. Okay, 8 type of healthcare programs. JCI accreditation-മായി ബന്ധപ്പെട്ട 8 type of healthcare programs-ന്റെ പേരുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹോസ്പിറ്റൽസ് ഫസ്റ്റ് വൺ ആണ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിന് ഇന്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്. ഏതായിരിക്കാം എക്സാമ്പിൾ പറയാൻ പറ്റുമോ? അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അക്കാദമിക് എന്ന് പറയുമ്പോ
മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് കേട്ടോ, മെഡിക്കൽ കോളേജ് എഡ്യൂക്കേഷൻ റിസർച്ചുകള് ഒക്കെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ അവർക്കൊക്കെ കൊടുക്കുന്ന അക്രഡിറ്റേഷൻ. ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് ഏത് വരാം? ഡോക്ടേഴ്സ്, ക്ലിനിക്കുകൾ, ഓഫീസ്, ഔട്ട് പേഷ്യന്റ് സർവീസ്, ഓക്കെ, അതിലൊക്കെ കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. ഈ ഡോക്ടേഴ്സ്, ക്ലിനിക്, ഓഫീസ്, ഔട്ട് പേഷ്യന്റ് സർവീസ് കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ക്ലിനിക്കൽ ലബോറട്ടറീസ് ഏതാ വരാം? ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറയുമ്പോൾ ലാബുകൾ കേട്ടോ. ഹോം കെയർ ഫെസിലിറ്റീസ്, ഹോം കെയർ ഫെസിലിറ്റീസ് ഏത് വരും? ഹോം കെയർ ഫെസിലിറ്റി ഏതാ വരാം? പാലിയേറ്റീവ് കെയർ ഒക്കെ. ഇനി അതുപോലെ തന്നെ വരുന്നത് ലോങ് ടേം കെയർ ഫെസിലിറ്റി ഏതാ വരാം? ദീർഘകാല പരിചരണം കൊടുക്കുന്നത്. എക്സാമ്പിൾ ഏത് പറയാൻ പറ്റും? നഴ്സിംഗ് ഹോം, റിട്ടയർമെന്റ് ഹോം ഒക്കെ നമുക്ക് പറയാം കേട്ടോ. നഴ്സിംഗ് ഹോം, പാലിയേറ്റീവ് കെയർ പറയാവുന്നതാണ്. നഴ്സിംഗ് ഹോം, റിട്ടയർമെന്റ് ഹോം ഇതൊക്കെ. നെക്സ്റ്റ് ആണ് മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ്. ഏതൊക്കെയാണ്? വെരി ഗുഡ്. ആംബുലൻസ് അല്ലെ. ഇപ്പോ പലതരത്തിലുള്ള ആംബുലൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എയർ ആംബുലൻസ്, അതുപോലെ റോഡ് ആംബുലൻസ് അല്ലെ. അങ്ങനെയുള്ള പല രീതിയിലുള്ള എയർ, റോഡ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സർവീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താ? പ്രൈമറി കെയർ സെന്റേഴ്സ് ഏത് വരാം? പ്രൈമറി കെയർ സെന്റർ പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങൾ. പ്രൈമറി ഹെൽത്ത് സെന്റർ, വെരി ഗുഡ്. പ്രൈമറി ഹെൽത്ത് സെന്റർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ വരുന്നത് കേട്ടോ, കെയർ സെന്റേഴ്സിൽ വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ്. ആ 8 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ ചോദിക്കാറുണ്ട്. JC accredits ഡാഷ് ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്. എത്രയാണ്? 8 ആണ്. ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഹോസ്പിറ്റൽസ്, അക്കാദമിക് മെഡിക്കൽ സെന്റേഴ്സ്, ഹോസ്പിറ്റല്, ambulatory care facilities, clinical laboratories, home care facilities, long-term care facility, medical transport organizations, primary care center. Next ആണ് JCI 5th edition. Okay, 5th edition കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. JCI 5th edition. Effective from 1st April 2014. Effective from 1st April 2014. അപ്പോ JCI 5th edition പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് 1 അല്ലെങ്കിൽ 1st April 2014 ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. JCIയുടെ 5th edition പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് 1st April 2014 Okay. ഇനി it consists of 4 sections. ഇതിന് 4 sections ആണുള്ളത്. Okay. അപ്പോ ആ 4 sectionൽ നമുക്ക് ചാപ്റ്റേഴ്സുകൾ പഠിക്കാനുണ്ട്. ഈ PISG, അതുപോലെ ACC, PFR എന്നൊക്കെ പറയുന്നത് ചാപ്റ്റേഴ്സ് ആണ്. അതിനകത്ത് കുറച്ച് സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സുകൾ പാലിച്ചാൽ മാത്രമാണ് അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. നിങ്ങൾക്ക് ഇപ്പൊ HA കോഴ്സ് തുടങ്ങി അല്ലെ? HA കോഴ്സ് തുടങ്ങിയപ്പോ എത്ര മൊഡ്യൂൾസുകൾ ഉണ്ട്? എത്ര മൊഡ്യൂൾസ് ഉണ്ട്? സിലബസ് നോക്കുമ്പോൾ എത്ര മൊഡ്യൂൾസ് ഉണ്ട്? 4 മൊഡ്യൂൾസ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഇപ്പോ ഫസ്റ്റ് മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര ചാപ്റ്റർ ഉണ്ട്? 13 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ 4 മൊഡ്യൂളുകൾ ഉണ്ട്. ഓരോ മൊഡ്യൂളുകളും എടുത്ത് നോക്കി കഴിയുമ്പോ അതിനകത്ത് കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? കുറച്ച് ചാപ്റ്റേഴ്സുകൾ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ എടുത്തു, 13 ചാപ്റ്റർ ഉണ്ട്. ആ 13 ചാപ്റ്ററിലും ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ടാവും. അതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. കിട്ടിയോ? 4 മൊഡ്യൂൾസ് ഉണ്ട്, ചാപ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. കൺസെപ്റ്റ് മനസ്സിലായോ?
അതുപോലെ തന്നെയുള്ള സെക്ഷനുകളും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, 4 സെക്ഷൻസ് ഉണ്ട് കണ്ടോ, സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 ആൻഡ് സെക്ഷൻ 4. ഓക്കെ, 4 മോഡ്യൂൾസ് അത് സെക്ഷൻ ആയിട്ട് കരുതാം. ഓക്കെ, 4 സെക്ഷൻസ് ഉണ്ട്. ഓരോ സെക്ഷനും എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സെക്ഷൻ 1ന്റെ ചാപ്റ്റർ ആണ് APR, സെക്ഷൻ 2ന്റെ ചാപ്റ്റർ ആണ് IPSG, ACC. ഇതൊക്കെയാണ് ചാപ്റ്ററുകളിൽ വരുന്നത്. ഇനി ആ ചാപ്റ്റേഴ്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ, അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര വരെ ഓക്കെ ആണോ? ഓക്കെ, ആ സ്റ്റാൻഡേർഡ്സുകൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ അല്ലെ. ഓക്കെ, സ്റ്റാൻഡേർഡ്സുകൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് എന്താണ്, നമുക്ക് അതിന് ഓരോ സ്കോർ കൊടുക്കും. ഓക്കെ, ആ സ്കോർ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണമെങ്കിൽ അതിന് കുറച്ച് മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, എക്സാമ്പിൾ പറയാം. അക്രഡിറ്റേഷൻ നമുക്ക് വെറുതെ ഒന്നും ഒരു സ്ഥാപനങ്ങൾക്കും കൊടുക്കാനായിട്ട് പറ്റില്ല. അതിന് കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സുകൾ പാലിച്ചാൽ മാത്രമാണ് അക്രഡിറ്റേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആ സ്റ്റാൻഡേർഡ്സുകൾ പാലിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള സ്കോറുകൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോ ഒരു സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസ് നമ്മൾ നോക്കണം. ഓക്കെ, സ്കോർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ക്രൈറ്റീരിയാസ് നമ്മൾ നോക്കണം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ആക്സിഡന്റ് റേറ്റ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, ഇൻസിഡന്റ് റിപ്പോർട്ട് കൃത്യമായിട്ട് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, സേഫ്റ്റി പ്രൊസീജിയർ കൃത്യമായിട്ടുള്ള സേഫ്റ്റി പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈൻസുകൾ കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടോ. ഓക്കെ, അതൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് നോക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് സ്കോർ നമ്മൾ കൊടുക്കണം. ഓക്കെ, സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ പാലിച്ചിട്ടുണ്ടോ അവര്, അതുപോലെ തന്നെ ഇൻസിഡന്റ് റിപ്പോർട്ട് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, എന്തോരം ആക്സിഡന്റ് റേറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവര് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ പാലിച്ചു കഴിഞ്ഞാൽ ഇന്നതിന് ഇത്ര സ്കോർ വെച്ച് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പൊ ആ സ്കോർ നോക്കിയിട്ടാണ് അക്രഡിറ്റേഷൻ നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ 4 സെക്ഷൻ ഉണ്ട്, ചാപ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ അതിങ്ങനെ പോലെയാ പറഞ്ഞപ്പോ? ഓക്കെ, മനസ്സിലായില്ലേ? 4 സെക്ഷൻ ആണുള്ളത്. ഓരോ സെക്ഷനിലും ചാപ്റ്റേഴ്സ് ഉണ്ട്. ചാപ്റ്റേഴ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതനുസരിച്ച് ആ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ചാപ്റ്റേഴ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ നോക്കാം, അതിന് ഒരു മെഷറബിൾ എലമെന്റ്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് അവർ പാലിച്ചിട്ടുണ്ടോ നോക്കിയിട്ടാണ് സ്കോർ കൊടുക്കുന്നത്. എന്നിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, അംഗീകാരം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. JCI 5th എഡിഷൻ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് 1st April 2014 ഓക്കെ, അതിന് 4 സെക്ഷൻ ആണുള്ളത്. 5th എഡിഷനിൽ 4 സെക്ഷൻ ഉണ്ട്. ഓരോ സെക്ഷനെയും നമുക്ക് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ include accreditation participation requirements. APR-ന്റെ ഫോം ആണ് നമ്മൾ നേരത്തെ വായിച്ചത്. ഏതാണ്? അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഓരോന്നിന്റെയും ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഇത് ഈ സെക്ഷനുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഡിസ്റ്റൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, ഓരോ ഫുൾ ഫോമുകൾ മാർക്ക് ചെയ്ത് തരാം. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത് എന്താണ്? അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് APR. എന്താണ് അതിൽ പറയുന്നത്? അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്. മനസ്സിലായോ? ആ സ്റ്റാൻഡേർഡിൽ എന്താ പറയുന്നത്? അക്രഡിറ്റേഷൻ, ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അതാണ് APR-ൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? സെക്ഷൻ 2
പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്താണ്? പേഷ്യന്റ് അല്ലെ, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2 പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ഇത് IPSG, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. ഓക്കെ, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് അതിൽ പറയുന്നത്. സേഫ്റ്റി ഗോൾ അല്ലെ, പേഷ്യന്റിന്റെ സേഫ്റ്റി സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് ഇതിൽ വരുന്നത് IPSG പറയുന്നത്. ഇനി ACC എന്താ? Access to care and continuity of care. എന്താണ്? വരുന്ന പേഷ്യൻസിന് ആ കെയറിലേക്കുള്ള പ്രവേശനം നമ്മൾ പഠിച്ചല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ പഠിച്ചു. അപ്പൊ അങ്ങനെയുള്ള ആ കെയറിലേക്കുള്ള പ്രവേശനവും അതിന്റെ പിന്തുടർച്ചയും. PFR, പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. എന്താണ്? പേഷ്യന്റിന്റെയും അതുപോലെ തന്നെ ഫാമിലിയുടെയും അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ആണ് ഇതിൽ വരുന്നത്, PFR വരുന്നത്. ഇനി AOP, അസസ്മെന്റ് ഓഫ് പേഷ്യന്റ്. എന്താണ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ? മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് കേട്ടോ. ഇവയുടെയൊക്കെ അസസ്മെന്റ് ആണ് ഇതിൽ വരുന്നത്, അസസ്മെന്റ് ഓഫ് പേഷ്യന്റില് വരുന്നത്. ഇനി COP, കെയർ ഓഫ് പേഷ്യന്റ്. ഓക്കെ, എത്തരത്തിലുള്ള പരിചരണമാണ് രോഗികൾക്ക് വേണ്ടത്? ചിലപ്പോ ഔട്ട് പേഷ്യന്റ് ആവാം, ചിലപ്പോ ഇൻപേഷ്യന്റ് ആവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കെയർ ഓഫ് പേഷ്യന്റിൽ വരുന്നത്. എത്തരത്തിലുള്ള പരിചരണമാണ് രോഗികൾക്ക് വേണ്ടത്? ഇനി എന്താ? ASC, ASC എന്ന് പറഞ്ഞാല് അനസ്തീഷ്യ ആൻഡ് സർജിക്കൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തറിയാലോ. പിന്നെ എന്താ? MMU, മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. ഓക്കെ, കൊടുക്കുന്ന മരുന്നിന്റെ മാനേജ്മെന്റും അതിന്റെ യൂസസുമാണ് അതിൽ വരുന്നത്. പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ, PFE, പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. നമുക്കറിയാം വരുന്ന പേഷ്യൻസിനായാലും അവരുടെ ഫാമിലിക്കായി ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ ഡയറ്റ് പ്ലാനെ കുറിച്ചുള്ള കാര്യങ്ങള് അല്ലെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓരോ അവയർനെസ്സുകള് പേഷ്യൻസിനായാലും ഫാമിലിക്കായാലും നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് എന്ത്? പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷനിൽ വരുന്നത്. ഇനി സെക്ഷൻ 3 നോക്കാം. കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. അവിടെ വരുന്നത് എന്താ? ആരോഗ്യ പരിചരണ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 3 വരുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? QPS, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. എന്താണ്? പേഷ്യന്റിന് കൊടുക്കുന്ന സേഫ്റ്റിയും സുരക്ഷയും അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ട സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത്. പിന്നെ എന്താണ്? PCI, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ. ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. GLD, ഗവേണൻസ് ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ഷൻ ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൽ വരുന്നത് എന്താണ്? ഈ ഹോസ്പിറ്റലുകൾക്കും അതുപോലെ തന്നെ അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കൊക്കെയുള്ള ഭരണം, നേതൃത്വം, അതുപോലെ ലക്ഷ്യം എങ്ങനെയുള്ളതാകണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ അക്കാദമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഗവേണൻസ് ലീഡർഷിപ്പ് ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുള്ളതാവണം അതിനെ കുറിച്ചുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് GLD വരുന്നത്. FMS, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. എന്താണ്? ഈ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സൗകര്യങ്ങൾ അല്ലെ, സുരക്ഷയും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഈ പേഷ്യൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റിയുമായിട്ട് സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് ഇതിൽ വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് FMS വരുന്നത്. സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ, SQE. എന്താണ്? സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ എത്രത്തോളം വേണം, അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് അതിൽ വരുന്നത്. മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ, MOI. എന്താണ് അതിൽ പറയുന്നത്? ഇൻഫർമേഷൻ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആണ്
MOI വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സെക്ഷൻ 4 ഇൻക്ലൂഡ്സ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അപ്പൊ അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് മെഡിക്കൽ സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാദമിക് മെഡിക്കൽ സെന്റേഴ്സ് എന്ന് പറഞ്ഞാല് ഈ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 4 പറയുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ MPE, മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, മെഡിക്കൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ്. ഇനി ഹ്യൂമൻ സബ്ജക്ട്സ് റിസർച്ച് പ്രോഗ്രാംസ് HRP എന്ന് പറഞ്ഞാൽ റിസർച്ച് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് അതിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഓരോന്നും ഒന്ന് മാർക്ക് ചെയ്ത് തരാം പഠിക്കാനുള്ളത്. ഫസ്റ്റ് സെക്ഷനില് APR എന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം. ഫസ്റ്റ് സെക്ഷനിൽ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളൂ, ഒരു ചാപ്റ്റർ ഉള്ളത് കൃത്യമായിട്ട് പഠിക്കാം. ഇനി സെക്ഷൻ 2 പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് MMU medication management and use, PFE patient and family education, MMU PFE. സെക്ഷൻ 3 വരുന്നത് QPS quality improvement and patient safety. ഇനി fourth one FMS facility management and safety. സെക്ഷൻ 4 രണ്ടെണ്ണം ഉള്ളൂ, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. MPEയും HRPയും കേട്ടോ. ഒന്നുകൂടി വായിക്കാൻ വേണമെങ്കിൽ സെക്ഷൻ 1 ഒരെണ്ണമുള്ളൂ പറയുന്നത്, അത് കൃത്യമായിട്ട് പഠിക്കാം. APR. സെക്ഷൻ 2 MMU PFE. സെക്ഷൻ 3 QPS ഉണ്ട്, FMS ഉണ്ട്. ഇനി സെക്ഷൻ 4 രണ്ടെണ്ണമുള്ളൂ, അത് കൃത്യമായിട്ട് പഠിക്കാം. MPEയും HRPയും. ഓക്കെ, വായിച്ചു നോക്കിയേ. PSഒക്കെ കൃത്യമായിട്ട് നോക്കാം കേട്ടോ. സെക്ഷൻ എത്ര ഉണ്ട്, ഓരോ സെക്ഷനിലെയും കൃത്യമായിട്ട് വായിച്ച് ശ്രമിക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കാം.
ഓക്കെ, നെക്സ്റ്റ് നോക്കിയാലോ നമുക്ക്. JCI 5th edition of a hospital standards contains. നമ്മൾ കണ്ടു അല്ലെ, 4 സെക്ഷൻ ഉണ്ട്, അതിലെ ചാപ്റ്റേഴ്സുകളും നമ്മൾ കണ്ടു. ഇനി അതിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, 285 സ്റ്റാൻഡേർഡ്സ് നമ്മളിപ്പോ കണ്ടില്ലേ ഓരോ ചാപ്റ്റേഴ്സും. ഈ ചാപ്റ്റേഴ്സില് എല്ലാം എത്രയുണ്ട്? 285 സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. അതുപോലെ തന്നെ 1160 മെഷറബിൾ എലമെന്റ്സും ഉണ്ട്. നമ്മൾ വായിച്ചില്ലേ ഇപ്പൊ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ. സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് ക്രൈറ്റീരിയാസ് നോക്കുന്നത്? ഓരോ സ്കോറുകൾ നമ്മൾ നോക്കും അല്ലെ, മെഷറബിൾ എലമെന്റ്സ് നമ്മൾ നോക്കിയിട്ടാണ് സ്കോറുകൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റാൻഡേർഡ്സുകൾ, ചാപ്റ്റേഴ്സിലെ സ്റ്റാൻഡേർഡ്സുകൾ എന്ന് പറഞ്ഞാല് 285 ആണ്. നമ്മളത് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ എന്താണ് JCIയിലെ മെഷറബിൾ എലമെന്റ്സ് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട്? ഈ ലാബ് പഠിക്കുമ്പോൾ അതിനകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരുന്നു കേട്ടോ. അതിലും സ്റ്റാൻഡേർഡ്സിന്റെ കാര്യവും അതുപോലെ തന്നെ മെഷറബിൾ എലമെന്റ്സിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, 285 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. 1160 മെഷറബിൾ എലമെന്റ്സ് ആണ് JCIക്ക് ഉള്ളത് കേട്ടോ. ഇനി എന്താ? റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഇനി the standards will be re-examined and published at least every 3 years. നമ്മൾ പറഞ്ഞു അല്ലെ, എപ്പോഴും നമുക്ക് ഒരു സ്ഥാപനത്തിന് അംഗീകാരം കൊടുക്കാനായിട്ട് പറ്റില്ല. കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ്സുകൾ പാലിച്ചാൽ മാത്രം. ഇനി ഇടയ്ക്കിടയ്ക്ക് അവർ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാൻഡേർഡ്സുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ JCIയില് സ്റ്റാൻഡേർഡ്സുകൾ റീ-എക്സാമിൻ ചെയ്യുന്നത് എന്താ? പുനഃസ്ഥാപിക്കുന്നത് അല്ലെ. എന്താണ് പുനർപരിശോധിക്കുന്നത്? എപ്പോഴാണെന്നാണ് പറയുന്നത്? എവറി 3 years. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പബ്ലിഷ്ഡ് അറ്റ്ലീസ്റ്റ് എവറി 3 years. ഓക്കെ, 3 years കൂടുന്തോറുമാണ് എന്ത് പരിശോധിക്കുന്നത്? പുനർപരിശോധിക്കുന്നത്. സ്റ്റാൻഡേർഡ്സുകൾ പരിശോധിക്കുകയും അതിനകത്ത് അവര് മാറ്റങ്ങൾ, ചേഞ്ചസുകൾ വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ചേഞ്ചസ് വരുത്തിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ കൃത്യമായിട്ട് പാലിച്ചാല് പിന്നെയും സ്ഥാപനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ എവറി 3 years എന്നുള്ളതൊന്ന് ഓർത്തിരിക്കാം. പിന്നെന്താ? JCI survey methodology. Thorough survey process become professional, operational. Typically, survey team includes the physicians and administrators. ഇപ്പൊ നമ്മളുടെ വീട്ടിലും ഇപ്പോ എന്താ ഹെൽത്ത് സെന്ററിൽ നിന്നൊക്കെ ഇപ്പൊ പനി പടർന്നിരിക്കുന്ന ഒരു സാഹചര്യമാകുമ്പോ സർവേ ഒക്കെ എടുക്കാൻ വരും ഇല്ലേ? ഹെൽത്തിൽ നിന്ന് ആശാ വർക്കേഴ്സ് ഒക്കെ വരും അല്ലെ. സർവേ എടുക്കുമ്പോ അവർ ഒരാളായിട്ടാണോ വരാം? കൂട്ടമായിട്ടാണ് അല്ലെ. 1 2 അല്ലെങ്കിൽ 3 ആളുകളാണ് അവിടെ നിന്ന് വരുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാറില്ലേ. ഇപ്പൊ ഡെങ്കിപ്പനിയൊക്കെ പടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യമാകുമ്പോ എന്താണ്? വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കും. അതുപോലെ ചിരട്ടകളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് അത് കമത്തി കളയാനൊക്കെ പറയാറുണ്ട് നമ്മളോട് ഇല്ലേ. വന്ന് നമുക്ക് ഓരോരോ അവയർനെസ് നമ്മൾ തരാറുണ്ടല്ലേ അവർ വന്നിട്ട്. അപ്പൊ സർവേ എടുക്കാൻ വരുന്ന ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്താണ്? ഫിസിഷ്യൻസ് വരാറുണ്ട്, അതുപോലെ തന്നെ നഴ്സുമാര്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഒരു ഉദാഹരണം പറഞ്ഞാണ് ആശാ വർക്കേഴ്സിന്റെ കാര്യമൊക്കെ ഉദാഹരണം പറഞ്ഞതാണ്. ഇവിടെ എന്താണ്? JCI സർവേ മെത്തഡോളജി ഇതിനു വേണ്ടിയിട്ടാണ്. നമുക്ക് വെറുതെ ഒരു സ്ഥാപനത്തിന് എന്താ അംഗീകാരം കൊടുക്കാനായിട്ട് പറ്റില്ല. ആ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ നമുക്ക് പാലിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? സർവേ, JCI സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. ഇപ്പൊ സർവേ എടുക്കാൻ വരുന്ന ടീംസ് ഉണ്ടാവും. ആ സർവേ ടീമിൽ ആരൊക്കെയാണ് അംഗങ്ങളായിട്ട് വരുന്നത്? അണ്ടർലൈൻ ചെയ്യാം. ഫിസിഷ്യൻ ഉണ്ട്, നഴ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. സർവേയേഴ്സ് assess the various units within an organization and discuss their findings. ഇത് ചെയ്യുന്നുണ്ട്. സർവേ എടുത്തിട്ട് ഓരോരുത്തരും സർവേക്ക് പോയ ശേഷം എന്താണ് ഓരോരുത്തരുടെയും കണ്ടെത്തലുകൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓരോരുത്തരെയും കണ്ടെത്തലുകൾ ഡിസ്കസ് ചെയ്യുന്നു. സർവേ conduct a complete system analysis on integration and coordination of care process. ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഇങ്ങനെയുള്ള സർവേ എടുക്കുന്നത് മൂലം എന്താണ് പരിചരണ പ്രക്രിയ നല്ല രീതിയിലാണോ നടത്തുന്നത്?
അതുപോലെ തന്നെ എല്ലാവരും ഇന്റഗ്രേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്താണോ നടത്തുന്നത് എന്നുള്ളത് നമുക്ക് ഈ സർവേയിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നല്ല അംഗീകാരം ലഭിച്ചിട്ടുള്ള, നമുക്ക് വെറുതെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവരെങ്ങനെയാണ് ഹോസ്പിറ്റലുകളിൽ ഓരോ സ്റ്റാഫുകൾ അല്ലെ, ഇപ്പൊ തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ തന്നെ എന്താണ് എല്ലാ സ്റ്റാഫുകളും ചേർന്നുകൊണ്ടാണോ പരിചരണം കൊടുക്കുന്നത്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഈ സർവേ എടുക്കുന്നതിലൂടെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ GCI സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. വെറുതെ ഒന്നും നമുക്ക് അംഗീകാരം കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സർവേ മെത്തഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്തുള്ള സർവേ ടീം എന്ന് പറയുന്നത് ഫിസിഷ്യൻ, നഴ്സ്, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. ക്ലിയർ ആണോ? ഇത്ര വരെ ക്ലിയർ ആണോ? സർവേ മെത്തഡോളജി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.